മാന്യരെ, നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ക്രിയേറ്റീവ് കോർണറിന്റെയും ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറിയുടെയും ഉദ്ഘാടനം 24/7/2026 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നിർവഹിക്കപ്പെടുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്കും LSS, USS വിജയികൾക്കുമുള്ള പുരസ്കാര വിതരണവും നടത്തപ്പെടുന്നു. ഈശ്വര പ്രാർത്ഥന. സ്വാഗതം ശ്രീമതി ബീന മോളസ്, ഹെഡ് മിസ്ട്രസ്. കോർണർ ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറി ഉദ്ഘാടനവും അതോടൊപ്പം നമ്മുടെ സ്കൂളിലെ കഴിഞ്ഞ ഒരു അക്കാദമിക വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങൾക്കുള്ള പുരസ്കാര വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അധ്യക്ഷൻ ശ്രീ പ്രദീപ് പി, PTA പ്രസിഡന്റ്. ഹൈസ്കൂൾ ഇന്ന് സമരമായതിനാൽ കുട്ടികളും അധ്യാപകരും കുറച്ച് കുറവാണ്. എങ്കിൽ പോലും നമ്മളുടെ ഈ ഉദ്ഘാടന പരിപാടിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥികളോടുള്ള സ്നേഹം ആദ്യമായി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 77 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു വിദ്യാലയമാണ് നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂൾ. ഈ നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂൾ തുടങ്ങിയ കാലത്ത് ഉള്ള കെട്ടിടങ്ങളും മറ്റുമാണ് ഇന്നും നിലനിൽക്കുന്നത്. അല്ലാതെ നമുക്ക് രാജു സാറിൻ്റെ വകയായിട്ട് 1.5 കോടി രൂപയുടെ ഒരു കെട്ടിടം കെട്ടി, ഒരു വാഹനം, അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയം, അവിടെ ഒരു ഓഡിറ്റോറിയം, അങ്ങനെ രാജു സാറിൻ്റെ ഫണ്ടിൽ നിന്നും കുറച്ച് പൈസ നമുക്ക് തന്നു. അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് തുകകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സ്കൂളിൽ ഈ പരിമിതികൾക്കിടയിലും ഇപ്പോൾ തന്നെ ഒരു നല്ല ഓഫീസ് റൂം നമുക്കില്ല. പല രക്ഷിതാക്കളും വരുമ്പോൾ ഓഫീസ് റൂമിൽ വന്നിരിക്കുമ്പോൾ ആ ഓഫീസ് റൂമിലാണ് നമ്മുടെ ചായ ഇടുന്നത് വരെയുള്ള മറ്റ് സ്റ്റാഫുകൾ, ക്ലർക്ക്, അവരെല്ലാം ഇരിക്കുന്ന ആ ഓഫീസ് റൂമിലാണ്. കാര്യം കെട്ടിടങ്ങളുടെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിയേറ്റീവ് കോർണർ ഇവിടെ അനുവദിച്ച് വന്നപ്പോൾ തന്നെ ആദ്യം HM തന്നെ ഈ അഭിപ്രായം പറഞ്ഞു, നമുക്ക് സ്ഥലമില്ല, ഇതിവിടെ വേണ്ട എന്ന്. എന്നാൽ അത് തീർച്ചയായും ഇവിടെ കൊണ്ടുവരണം എന്ന് PTA-യും അധ്യാപകരും ബാക്കിയുള്ള എല്ലാവരും കൂടെ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലാസ് അറേഞ്ച് ചെയ്താണ് നമ്മളിപ്പോൾ ആ ക്രിയേറ്റീവ് കോർണർ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് പണികളും കൂടെ ഉണ്ട്. അതുകൂടി പെട്ടെന്ന് തീർക്കുന്നതാണ്. ഇത്രയും ഉള്ള സ്കൂളിന് അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട സഹായം കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ സ്കൂള് ഈ പരിമിതികൾക്കിടയിലും നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 56 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 23 കുട്ടികൾ ഫുൾ A+ കൂടി പാസ്സായി ജില്ലയിലെ അല്ല സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത്. കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ശതമാനക്കണക്കനുസരിച്ച് നോക്കിയാൽ നെട്ടയം ഗവൺമെൻറ് സ്കൂളാണ് 1ാം സ്ഥാനത്ത്. കാര്യം ഇത്ര കുറച്ച് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 56 പേരെഴുതിയതിൽ 22 പേർക്കും ഫുൾ A+, 9 പേർക്ക് 9 A+ കരസ്ഥമാക്കിയ സ്കൂളാണ്. ആ കുട്ടികളെ ഇന്നിവിടെ അനുമോദിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അവര് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ബസ്സിൻ്റെ കാര്യം ബഹുമാന്യനായ MLA ധരിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ് നമുക്കെല്ലാം അറിയാം, അത് രാജസ്ഥാൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12 കൊല്ലമായി ബസ് അനുവദിച്ച് തന്നിട്ട്. ഇപ്പോൾ അന്നൊരു AC ബസ്, ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ബസ്സാണ് അദ്ദേഹം തന്നത്. ആ ബസ് ഇപ്പോൾ നമുക്കതിന് 2 മൈലേജാണ് കിട്ടുന്നത്. 120 രൂപ കൊടുത്ത് ഡീസൽ അടിച്ചാൽ 2 കിലോമീറ്റർ നമുക്ക് ആ ബസ് കൊണ്ട് ഓടാൻ പറ്റും. ഇപ്പോൾ തന്നെ ആ ബസ് ഓടിച്ചുകൊണ്ട് അതിൻ്റെ ചുമതലയുള്ള ജിജ ടീച്ചർക്ക് 25,000 രൂപയിൽ പരം കാശ് പെട്രോൾ പമ്പിൽ കൊടുക്കാൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ കാര്യം MLA-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടി വളരെ പഴക്കമാണ്. അതുപോലെ
ക്രിയേറ്റീവ് കോർണറിൻ്റെ കാര്യവും അതുപോലെ നമ്മുടെ സ്കൂളിൽ നൽകുന്ന ഉച്ചഭക്ഷണം ഇന്ന് ഈ ദിവസവും വരെയും കൊടുത്തു. നല്ല അടിപൊളി ഭക്ഷണമാണ്. മിക്ക ദിവസങ്ങളിലും ബിരിയാണി, അതുപോലെ തന്നെ ഈ ഉച്ചഭക്ഷണത്തിൻ്റെ ബാലൻസ് വരുന്ന പൈസയ്ക്ക് മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ചിക്കൻ വാങ്ങി വൃത്തിയായി പാചകം ചെയ്ത് സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണവും മറ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വിശദീകരിക്കുന്നില്ല, അജയപ്രസാദ് MLA സഖാവും ബാക്കിയുള്ളവരും 2 മണിക്ക് എത്തിച്ചേർന്നതാണ്. ഇത്രയും സമയം ഇവിടെ ചെലവഴിക്കുന്നത് തന്നെ നമ്മൾ അതുകൊണ്ട് ഒരുപാട് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാൻ പോകുന്നില്ല. ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനും നിലവിളക്ക് കൊളുത്തുന്നതിനും വേണ്ടി പ്രിയങ്കരനായ അജയപ്രസാദ് MLA ആദരപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിക്കുക. സമ്മേളനം ഉദ്ഘാടനം ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ശ്രീ C. അജയപ്രസാദ് MLA. ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, സഹോദരന്മാരെ, ഇവിടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിയേറ്റീവ് കോർണറിൻ്റെയും ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറിയുടെയും ഉദ്ഘാടനം ഞാനും ബഹുമാന്യയായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതിയും കൂടി നിർവഹിച്ചു എന്ന് ആദ്യമായി അറിയിക്കട്ടെ. ക്രിയേറ്റീവ് കോർണറിനെ സംബന്ധിച്ച് നമ്മുടെ PTA പ്രസിഡന്റ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. കുട്ടികളെ, അതുപോലെ തന്നെ അതിൻ്റെ ചുമതലയുള്ള അധ്യാപകനും അതിനെ സംബന്ധിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസ സന്ദർഭത്തിൽ തന്നെ ക്ലാസ്സുകളിൽ പഠനം നടത്തുമ്പോൾ തന്നെ കുട്ടികളെ കൃഷിയിലും മറ്റുള്ള തരത്തിലുള്ള ജോലികൾ കൂടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ക്രിയേറ്റീവ് കോർണറിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അത് നമ്മുടെ അടുത്ത സ്കൂളുകളെ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നെട്ടയം സ്കൂളിന് പ്രത്യേകം കിട്ടിയ ഒരു അംഗീകാരമാണ്. പക്ഷെ പ്രസിഡന്റ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു അംഗീകാരവും ഒക്കെ കിട്ടിയപ്പോൾ പരിമിതിയുണ്ട്, ക്ലാസിൻ്റെ പരിമിതി കൊണ്ട് നമ്മുടെ ബിസിനസ് അതൊന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല അല്ലേ എന്നൊരു ചിന്ത വന്നു. എന്തായാലും ആ ചിന്തയ്ക്കപ്പുറമായി PTA-യും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ നിന്ന് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചു വളരുന്ന കുട്ടികൾ അവർ ഈ സമൂഹത്തിലെ ഇതുപോലുള്ള ജോലികളിലൂടെ പ്രാവീണ്യം നേടത്തക്ക നിലയിൽ ക്രിയേറ്റീവ് ആ കോർണറിൽ പോയി അവിടെ കൂടെ നിന്ന് അതുകൂടി പഠിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുക എന്നുള്ളത് കരണീയമായ കാര്യമാണ്. അതിന് ഈ സ്കൂളിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് ധാരാളം സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെ ഒക്കെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ കോഴ്സുകളുണ്ട്. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായി 75 വർഷത്തിലേറെ കാലമായി നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂൾ അതെല്ലാ തരത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആ നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടുത്തെ അധ്യാപകരും അതുപോലെ PTA-യും ഒക്കെ നല്ല ശ്രമം നടത്തുന്നുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലയിൽ ഈ സ്കൂളിനോട് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെല്ലാം അത് നിർവഹിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ചില പരിഗണനയ്ക്ക് വരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്കിൻ്റെയും പഞ്ചായത്ത് സമിതികളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ്, ഇവിടുത്തെ PTA പ്രസിഡന്റ്
മിക്കവാറും ഞാനിവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ആവശ്യങ്ങളുടെ ഒരു പട്ടികയുമായി നടക്കുകയാണ്. ആരെ കണ്ടാൽ എങ്ങനെ കണ്ടാൽ നമുക്കിതെല്ലാം സാധ്യമാക്കാൻ പറ്റുമെന്നുള്ള നിലയിലാണ് നിങ്ങളുടെ പേര് ഇവിടെ പ്രദീപ് എന്ന് പറയുന്നെങ്കിലും ഇവിടുത്തെ കുട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കുട്ടൻ ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പരമാവധി സ്കൂളിന് സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ PTA ഭാരവാഹികളും എല്ലാം ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജു സാറ് നമ്മുടെ ഈ നാടിൻ്റെ ഈ സ്കൂളിൻ്റെ കൂടി സന്തതിയായിട്ടുള്ള രാജു സാർ ഇവിടെ ബസ് കൊടുത്തു, സ്കൂൾ കെട്ടിടം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പീരീഡ് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ സ്കൂളിൻ്റെ ആ ബസ്സിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ 2 കിലോമീറ്റർ പോകാൻ കഴിയും. 25,000 രൂപ ഒരധ്യാപിക പെട്രോൾ പമ്പിൽ കടം പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ഓടിക്കുന്നത്. അധ്യാപികമാർക്ക് 25,000 ഒക്കെ എടുത്ത് ഇത്തിരി കടമാകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, അത് സാരമില്ല. അത് വലിയ കാര്യമാണെന്ന് അവർക്ക് തോന്നാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെടുക്കുന്ന ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഏതാണ്ട് 300-ലേറെ കുട്ടികൾ ഇപ്പോഴും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങളുടെ അധ്യാപകരുടെ ഇടപെടലുകൾ, അധ്യാപകരുടെ പെരുമാറ്റങ്ങൾ, രക്ഷകർത്താക്കൾക്ക് ഈ സ്കൂളിനോടുള്ള വൈകാരികമായ ബന്ധം, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഒരു സ്കൂളിൻ്റെ നടത്തിപ്പ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ രാജു സാർ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ ഇന്നത്തെ പരിമിതി, ഈ താലൂക്കിലെ എല്ലാ സ്കൂളുകളും പഴയതുപോലെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടം വളരെയേറെ വിഷമകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മളെല്ലാം പഠിച്ചത്. നീണ്ട നടന്നു, ഒരുപാട് കിലോമീറ്ററുകൾ പോയി പഠിച്ചു, കൂട്ടായി പോയി. പക്ഷെ അന്ന് ഉള്ള ഒരു ആത്മബന്ധം ഇപ്പോഴുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു ആത്മബന്ധത്തിലേക്ക് വരുന്നില്ല. കുട്ടികൾ വളരെ ചെറിയ നാളിലെ കൂട്ടുകാരുമൊത്ത് നടന്ന്, അന്ന് വേലിയോ മതിലോ ഒന്നുമില്ലാത്ത എല്ലാ പുരയിടങ്ങളിലൂടെയും നടന്നുപോയി. മഴയത്ത് ചേമ്പലയും വാഴയിലയും കെട്ടി തലയിൽ വെച്ചുകൊണ്ട് പോയി, നനയാതെ. ഒരുപക്ഷെ കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ മുമ്പേ പോയി എന്ന് തെളിയിക്കാൻ വേണ്ടി തോലൊടിച്ചിട്ട് ഞാൻ പോയി എന്നെല്ലാം പറഞ്ഞ് സ്കൂളുകളിലേക്ക് പോയ ഒരു കാലഘട്ടം നമുക്ക് മുമ്പുണ്ടായി. ആ കാലഘട്ടം ഇന്നില്ല. ഇന്ന് ഏതെങ്കിലും പുരയിടങ്ങളിലൂടെ കയറി നമുക്ക് സൗകര്യം പോലെ നടക്കാൻ പറ്റുമോ? എല്ലായിടവും നല്ല മതിലുകൾ. നമ്മുടെ കുട്ടികളെ മതിലിനകത്ത് വന്ന്, ഒരു പക്ഷേ അതിന് വാതിക്കൽ അല്ലെങ്കിൽ അതിനകത്ത് വന്ന് കുട്ടിയെ കൊണ്ടുപോയി സ്കൂളിനകത്ത് കൊണ്ടാക്കി തിരിച്ച് സ്കൂളിനകത്ത് നിന്ന് എടുത്ത് കുട്ടിയെ വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. എന്നാൽ അന്ന് ഈ നടന്നുപോയി പഠിച്ച കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരുടെ ആത്മബന്ധം ഇന്ന് അതുപോലെ തുടരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പുതിയ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവർക്കും വാഹന സൗകര്യം വേണം സ്കൂളുകളിലേക്ക് പോകാൻ. സ്കൂളുകളിൽ വാഹനമുണ്ടെങ്കിൽ വാഹനത്തിൽ വന്ന് വിളിച്ചാൽ സ്കൂളുകളിലേക്ക് പോകുന്ന തരത്തിലേക്ക് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതറിയാം. അതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സ്കൂളുകളിലേക്ക് പോകാനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കണം, എല്ലാ സൗകര്യങ്ങളുമുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ട്. അങ്ങനെ എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പരിമിതി കുറച്ച് അധികമുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പരിമിതിയെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ PTA-ക്കാരും എല്ലാം വാഹനം വേണം, ബസ് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുറച്ചൊരു നിവേദനവും തന്നിട്ടുണ്ട്. ആ നിവേദനം വളരെ കൃത്യമായി അത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കും. അത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന, പരിമിതിക്കകത്തുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം തുടർന്നിപ്പോൾ ഞാനൊക്കെ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ, 2 മാസമേ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് വന്നിട്ട് ചിലപ്പോൾ 4-5 മാസമേ ആയിട്ടുള്ളൂ, അല്ലേ? 4-5 മാസമേ ആയിട്ടുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് കാലാവധി 4-5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം പുതിയ
ഭരണസമിതിയും അതിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകളുമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നതിനെ കുറിച്ചെല്ലാം പഠിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കഴിയാവുന്ന, ഇപ്പോൾ ഇവിടെ ഒരു അഡ്മിഷൻസ് പറഞ്ഞത് ഇവിടെ പി ടി പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അത് അടിയന്തരമായി പഞ്ചായത്തിന് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവർ പഞ്ചായത്ത് പി ടിയുടെ അധ്യാപകരെ എടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്നാൽ അത് ജില്ലാ പഞ്ചായത്താണ് ഹൈസ്കൂൾ. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തും ഒക്കെ എല്ലാ സമിതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ഈ നെട്ടയം സ്കൂളിൻ്റെ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് ഒക്കെ നമുക്ക് കഴിയും. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ അവധി ദിവസവും 24 ഇന്നിപ്പോൾ ഒരു സമരത്തിൻ്റെ ദിവസമായിരുന്നു. ഇന്നലെയും ഇന്നുമൊക്കെ നമ്മുടെ നാട് വിദ്യാർത്ഥികൾ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ സഹായിക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഈ സമൂഹം ഒന്നാകെ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടക്കുന്നത്. ആ സമര കാരണങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാം. അപ്പോൾ ആ സമരം നടക്കുന്ന ഈ ദിവസത്തിലും ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, രക്ഷകർത്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അധ്യാപകരെല്ലാം ഒരു ദിവസം അവധി ഇന്ന് കിട്ടിയതാ വീട്ടിൽ പോയിരിക്കാം എന്ന് ചിന്തിക്കാതെ ഇന്നൊരു പരിപാടിയുണ്ടോ ഞങ്ങളുടെ സ്കൂളിൽ എന്നുള്ള കാഴ്ചപ്പാടോട് സ്കൂളിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള അധ്യാപകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി മനോഹരമായി ചടങ്ങുകൾ, വികലാംഗ ഭിന്നശേഷിക്കാരുടെ സൗഹൃദ ക്ലാസ്, അതെല്ലാം നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം. ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറി ഉദ്ഘാടനം ശ്രീമതി കെ ജ്യോതി, പ്രസിഡന്റ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത്. ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട MLA ഇവിടെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനമായാലും നിയമസഭാ സംവിധാനം, നമ്മുടെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതായാലും വളരെ ചുരുങ്ങിയ സമയമേ ആയിട്ടുള്ളൂ. ഞങ്ങളുടെയെല്ലാം പരിമിതിയിൽ നിന്നുകൊണ്ട് തുടക്കക്കാരെന്ന നിലയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ തീർച്ചയായും ഈ വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഉണ്ടായിരിക്കും എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ 5 ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങളുടെ PTA പ്രസിഡന്റ് ഒരു ദിവസം പോലും നമ്മളെ ബന്ധപ്പെടാതിരിക്കില്ല. കുട്ടപ്പൻ്റെ കോള് കാണുമ്പോൾ എന്താവും ചോദിച്ചെടുക്കുമ്പോൾ പറയും, ചേച്ചി ഞങ്ങളുടെ സ്കൂളിന് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ, ഞങ്ങൾ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ തരണേ, അല്ലെങ്കിൽ ഞങ്ങളുടെ MLA ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട്, അത് എത്രയും വേഗം തരണേ. ഇങ്ങനെ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ PTA പ്രസിഡന്റ് നമ്മളെ എന്നും ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഈ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്യത്തെമ്പാടും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുകയും അതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത് പഠിപ്പ് മുടക്കി വരികയാണ്. ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പഠിപ്പ് മുടക്കായിരുന്നു, ഇന്നും അതേ പഠിപ്പ് മുടക്കാണ്. അപ്പോൾ ആ സമരത്തോടൊപ്പം നിൽക്കുന്ന മനസ്സുള്ളത് കൊണ്ട് രാവിലെ കുട്ടപ്പൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇന്ന് ഈ പരിപാടി ഉണ്ടോ? അപ്പോൾ പറഞ്ഞുണ്ട്, ചേച്ചി ഉണ്ട്, തീർച്ചയായും ഇത് മാറ്റിവെക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അങ്ങനെ ഈ ഒരു പ്രക്ഷോഭ രംഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ PTA പ്രസിഡന്റിന്റെ പ്രത്യേക താല്പര്യത്തിന്റെ പുറത്ത്, സ്കൂൾ മാനേജ്മെന്റിന്റെയും PTAയുടെയും ഒക്കെ പ്രത്യേക താല്പര്യത്തിന്റെ പുറത്താണ് ഇന്ന് ഇത്രയും മനോഹരമായി ഈ ഉദ്ഘാടന പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഉയർന്ന മാർക്ക് വാങ്ങി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദ്യമോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്.
അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മറ്റ് സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ഈ കറണ്ടായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാം ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അത്ര കണ്ട് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ മാറിയ സാഹചര്യത്തിലും നമ്മുടെ കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നീറ്റ് പരീക്ഷ എഴുതി മെഡിസിൻ രംഗത്തേക്ക് വരിക എന്ന ഒരു വലിയ ഒരു ലക്ഷ്യമാണ് ഇന്നും നമ്മുടെ കുട്ടികൾക്കിടയിലുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിഷയം, പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യം, 14ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം, ഇതെല്ലാം തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന മക്കളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അത്തരം വിഷയങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏത് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഇത്തരം സാമൂഹിക വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റിനെ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കൂടി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ സാഹചര്യത്തിലാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ കുഞ്ഞുമക്കളും ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനൊന്നും വേണ്ട. ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു കുട്ടിയുടെ പോസ്റ്റ് കണ്ടു. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടിയുടെ പോസ്റ്റ് ആയിരുന്നു, സമരമൊന്നും വേണ്ട, എന്തിനാ സമരം, ആ സമയം കൂടി പഠിച്ചാൽ അത്ര നേരം കൂടി എനിക്ക് പഠിക്കാൻ കിട്ടൂലോ എന്നുള്ള ഒരു കുഞ്ഞു വിദ്യാർത്ഥിയുടെ ഒരു പോസ്റ്റും നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. അത് വളരെ വലിയ ഒരു അപകടമാണ്. നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചു, ഒരു കാലത്ത് കൂട്ടം കൂടി അതിരുകളും തടസ്സങ്ങളും ഒന്നും ഇല്ലാതെ എല്ലാവരുടെ പറമ്പിലും പാടത്തും ഒക്കെ ഇറങ്ങി മീൻ പിടിച്ചും വള്ളം ഉണ്ടാക്കിയിട്ടും വേലയൊക്കെ ഒഴുകി കളഞ്ഞും മാങ്ങയും പുളിയും നെല്ലിക്കയൊക്കെ പൊട്ടിച്ച് പറിച്ച് കഴിച്ച് സ്കൂളിലെത്തി അവിടെ നിന്ന് എല്ലാം പങ്കിട്ട് കഴിച്ച് തല്ലുകൂടി വഴക്കുണ്ടാക്കി പിന്നെ ഒന്നു ചേർന്ന് വരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ മതിലിനകത്തേക്ക് ചുരുങ്ങിയപ്പോൾ, നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ നമ്മളെ ലക്ഷ്യമിട്ടിരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് പഠിക്കൽ മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം, പഠനത്തിൽ ഒന്നാമതായി എത്തുക എന്ന് മാത്രമല്ല ഉത്തരവാദിത്തം. നമുക്ക് തീർച്ചയായും നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ കുടുംബത്തോട് എല്ലാം തന്നെ ഒരു പ്രതിബദ്ധതയുണ്ട്. തെറ്റായ കാര്യങ്ങളിലേക്ക് തിരിയാതെ, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജാഗ്രതാ സമിതി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ചേർന്നു. ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഞാൻ ദീർഘമായി സംസാരിച്ചു പോവുകയല്ല, 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് നിർത്താം. ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും പോലീസ് വകുപ്പും എക്സൈസും എല്ലാം കൂടി ജാഗ്രതാ സമിതി കൂടിയപ്പോൾ കൊല്ലം ജില്ലയിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ജില്ല കൊല്ലം ജില്ലയാണെന്നാണ് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച്. ഏഷ്യയിൽ വെച്ച് ഏറ്റവും കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ജില്ല നമ്മുടെ ജില്ലയാണെന്ന ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അവർ നമ്മളായിട്ട് പങ്കുവച്ചത്. അതുപോലെ തന്നെ മദ്യ മാഫിയ ലഹരി സംഘങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അത്തരം പ്രവണതകളിലേക്ക് കൂടി ചേർന്നു പോകുന്ന നമ്മുടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ വലിയ അരാജകത്വം നിലനിന്നു വരുന്നു. ഇതിനൊക്കെ എതിരെ ഏറ്റവും ശരിയായ നിലപാടുകൾ എടുത്ത് പ്രതികരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്കാണ്. നമുക്ക് അതിനെതിരെ ഒരുമിച്ച് നിന്ന് നിങ്ങളെ രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ സംവിധാനങ്ങൾ സമൂഹവും ഒക്കെ കൂടി അതിനെതിരെ നിൽക്കുമ്പോൾ, നമ്മുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് ആ ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിന് രാഷ്ട്രീയ ബോധം എന്ന് തന്നെയാണ് തീർച്ചയായും പറയുക. അങ്ങനെ ആ രാഷ്ട്രീയ ബോധത്തോടു കൂടി ഏത് രാഷ്ട്രീയമായാലും
തെറ്റിനെ തെറ്റായി കാണാനുള്ള രാഷ്ട്രീയ ബോധത്തോടുകൂടി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ ശരിയുടെ ഒപ്പം നിൽക്കുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി വളരാനും കൂടിയുള്ള പ്രചോദനമായി തീരാൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിന് നിങ്ങൾക്ക് കഴിയും. എല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള ഈ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള പുല്ലൂർ നിയോജകമണ്ഡലത്തിലെ MLA ശ്രീ അജയ് പ്രസാദ്, ഭിന്നശേഷി സൗഹൃദ ക്ലബ് മെമ്മറി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പ്രസിഡന്റ് KK ജ്യോതി, അതുപോലെ തന്നെ നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി മേരി, വാർഡ് മെമ്പറായിട്ടുള്ള രാജേഷ്, ഉണ്ണിമായ, മറ്റ് വേദിയിലും സഹസ്രമുള്ള പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ ഈ പരിപാടി ഇവിടെ ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടക സമിതിയോട് ആദ്യം തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ തന്നെ അജയ് പ്രസാദ് എന്ന് പറഞ്ഞ് ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എന്ത് കൊടുക്കും എന്നുകൂടെ പറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനെന്ന്. നിരവധി തവണ ഈ സ്കൂളിൽ നമ്മുടെ ഭരണസമിതി കയറിയിട്ട് ഏതാണ്ട് 6 മാസമായി. എങ്കിൽ പോലും 2 പരിപാടികൾക്ക് ഇവിടെ വിളിച്ചെങ്കിലും എത്താൻ സാധിച്ചില്ല. വേറൊന്നും കൊണ്ടല്ല, ചില അസൗകര്യങ്ങൾ കൊണ്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ നെറ്റേ സ്കൂളിൽ എത്തുന്നത്. പക്ഷെ നമുക്കറിയാം, ഏറ്റവും പരിമിതിയിൽ നിന്ന് തന്നെ നമ്മുടെ ഏരൂർ പഞ്ചായത്തിൽ ഏരൂർ സ്കൂളായാലും മറ്റ് പല സ്കൂളുകളിലായാലും വിജയ ശതമാനം നമ്മൾ സംസ്ഥാനത്തിൽ എടുത്തു നോക്കിയാൽ പോലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 53 കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതിയിൽ ഏതാണ്ട് 22 കുട്ടികളാണ് ഫുൾ A+. അതുപോലെ തന്നെ ബാക്കി 9 കുട്ടികൾ 9 A+ നേടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. നമുക്കറിയാം, കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എത്ര A+ കിട്ടുന്നതിനല്ല, നമ്മൾ എത്ര കുട്ടികൾ പഠിക്കുന്നു അവിടെ മിടുക്കരായിട്ടുള്ള അത്രയും കുട്ടികൾ ഇത്ര A+ മേടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നെട്ടം സ്കൂളുകളിൽ മുമ്പും നമുക്കറിയാം, പ്രസിഡന്റ് ആവുന്നതിനൊക്കെ മുമ്പ് നമുക്കറിയാം ഇവിടെ വിജയ ശതമാനം എപ്പോഴും കൂടുതലായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ ഏകദേശം 310 കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളെങ്കിൽ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ഈ ക്രിയേറ്റീവ് കോർണർ എന്തുവാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ ഉൾപ്പെടുന്ന രക്ഷകർത്താവ് നമ്മളെ കുട്ടികളെ പഠിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളുടെ വാസന എന്തുവാണെന്ന് അറിഞ്ഞ് അവരെ അതിലോട്ട് നയിച്ചു വിട്ടാൽ, ഇപ്പം നമുക്കറിയാം പല ഉദാഹരണങ്ങളും. നമ്മൾ രക്ഷകർത്താക്കൾ ഓരോ ഇഞ്ചക്ഷൻ കൊടുത്ത് ഇന്നത് പഠിക്കണമെന്ന് പറഞ്ഞ് കൊച്ചിലെ തൊട്ട് പോയി പല കോളേജുകളിലെല്ലാം പോയി പഠനം പകുതിയാക്കി വന്ന പല വിദ്യാർത്ഥികളെ നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ ഓരോ ക്രിയേറ്റീവ് കോർണർ വെച്ച് നമുക്കിപ്പോൾ എന്താണോ അവിടെ തന്നെ ചെന്ന് നമ്മൾ കണ്ടപ്പോൾ വിവിധതരം ലൈറ്റ് ഉണ്ടാക്കാനായാലും വേറെ ഓരോ പാചകത്തിന് ഷെഫ് ആയാലും ഓരോ മേഖലകളിൽ ഏതൊക്കെ മേഖലകളാണോ നമ്മുടെ കുട്ടികൾക്ക് അറിവുള്ളത് അതിലോട്ട് തിരിഞ്ഞ് അവൻ പല രീതിയിലോട്ടുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് വരും തലമുറകളിൽ നല്ലൊരു ഭാവി മുന്നോട്ടാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഈ അവാർഡ് മേടിക്കാൻ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചെന്നും പറഞ്ഞ് നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. +2-ലും അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഏത് മേഖലയിലോട്ടാണോ പോകുന്നത് അതിലെല്ലാം നല്ല ഉയർന്ന മാർക്കുകൾ മേടിച്ച് നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ ഈ സമൂഹത്തിനും നിങ്ങളെ പഠിച്ച അധ്യാപകർക്കും എല്ലാം നല്ലൊരു സമൂഹത്തിൽ നിന്ന് നല്ലൊരു പൗരനായി വാർത്തെടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾക്ക് ഇവിടെ MLA സൂചിപ്പിച്ച് ഇവിടെ ചില ക്ലാസ് റൂമുകളുടെ കാര്യങ്ങളും ബാക്കിയെല്ലാം പറഞ്ഞു. ഈ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനത്തിലാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കും ജില്ലയും കൂടെ സംയോജ്യമായി ജില്ലാ പഞ്ചായത്തിനും കൂടെ ചേരുന്ന ഓരോരോ പ്രോജക്റ്റുകളുണ്ട്. അത് ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇനി വരുന്ന സമയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ചകൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിശദീകരണം, ക്രിയേറ്റീവ് കോർണറിന്റെ പദ്ധതി വിശദീകരിക്കുന്നതിന് വേണ്ടി നുജൂബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സാമൂഹിക ബന്ധിതവും രസകരവും ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇത്തരം സ്കൂളുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ക്രിയേറ്റീവ് കോർണർ ആ പഞ്ചായത്തിലെ മറ്റു പൊതു വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ഈ ക്രിയേറ്റീവ് കോർണർ ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു സ്കൂളിലെ കുറച്ച് കുട്ടികൾ കൂടി ഈ ക്രിയേറ്റീവ് കോർണർ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്കൂളിലെ മേലധികാരി നമ്മുടെ ഈ സ്കൂളിൻ്റെ മേലധികാരിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ ഇവിടെ ക്ലാസ് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട്
ആണ് നമ്മളത് ചെയ്യണം. അപ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ ആ സ്കൂളിലെ കുട്ടികളെ പിറ്റേ വർഷം പിടിച്ചൊണ്ടിങ്ങോട്ട് വരിക എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ സ്കൂളിലെ കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ കുട്ടികൾക്ക് കൂടി ഈ ഒരു പഠനം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ ഒരു പൊതുവിദ്യാലയത്തിൽ കുട്ടികൾ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ടീച്ചറിന് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രിയേറ്റീവ് കോർണറിന്റെ ടീച്ചറിന് ചാർജ് കൊടുത്തു. ആ ചാർജിലുള്ള ടീച്ചർ പ്രത്യേക ട്രെയിനിങ് ഒക്കെ കിട്ടിയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പാഠപുസ്തകമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കാൻ വളരെ നേതൃത്വ പാഠത്തിൽ നിൽക്കാൻ SSKയുടെ നേതൃത്വത്തിൽ കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ പദ്ധതിയുടെ ഫണ്ടിങ്ങും മെറ്റീരിയൽ പർച്ചേസിങ്ങും അറേഞ്ച്മെന്റ്സും എന്നിവയും ചെയ്യുന്നത്. ഇത് 6 ലക്ഷം രൂപയാണ് ഈ ഫണ്ടിന് അനുവദിച്ചിട്ട്. ഏറ്റവും വെൽ ക്വാളിറ്റിയിലാണ് നിങ്ങൾ ഓരോ കുട്ടികളും ഈ ഒരു നാളെയും മറ്റന്നുള്ള തിങ്കളാഴ്ച കൂടി നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ കയറി ഓരോ സാധനങ്ങൾ ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ നോക്കണം. എല്ലാം ക്വാളിറ്റി സാധനങ്ങളാണ് മൊത്തം ഇരിക്കുന്നത്. 6 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് കുട്ടികളായ നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗാർഡനിങ്, സ്റ്റിച്ചിങ്, പ്ലംബിംഗ്, ഇലക്ട്രിഫിക്കേഷൻ, കുക്കിംഗ് എന്നീ തൊഴിലുകൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനും മെറ്റീരിയൽസ് ക്രിയേറ്റീവ് കോർണർ ലഭ്യമാണ്. ഇതുപോലെ ഇത്തരം ക്ലാസ്സുകൾ എടുക്കുന്നതിൻ്റെ എല്ലാ സാധനങ്ങളും വിലപ്പെടും. അതായത് നമ്മൾ ബൾബ് ഉണ്ടല്ലോ, ബൾബ്, LED ബൾബ്. ഈ LED ബൾബ് തന്നെ നമുക്ക് ഒരൊറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സാധനവും വിലപ്പെടും. LED ബൾബ് നമ്മളിതൊരു 100 രൂപയ്ക്ക് എടുക്കുന്ന ഇത് നമുക്കൊരു 10, 20, 25 രൂപയ്ക്ക് നമുക്കിത് ഇവിടെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. ക്രിയേറ്റീവ് കോർണർ ഒരു പ്രദർശന സ്ഥലം മാത്രമല്ല, ഓരോ കുട്ടിയുടെയും കഴിവുകൾ കണ്ടെത്തി വളർത്തുന്ന പഠനത്തെ കൂടുതൽ അർത്ഥവത്തതും സന്തോഷകരവുമാക്കുന്ന ഒരു സജീവ പഠന വേദിയാണിത്. ഇത് സമഗ്രമായ വ്യക്തിത്വ വികസനത്തിനും ഗുണമേന്മയുള്ള പഠനാനുഭവത്തിനും വലിയ പിന്തുണ നൽകുന്നു. ഈ പദ്ധതി കൂടുതൽ വ്യാപ്തിയിൽ കുട്ടികളിൽ എത്തിക്കുന്നതിന് അധ്യാപകരുടെ വലിയ പങ്കുണ്ട്. ഓരോ അധ്യാപകരും അവരവരുടെ വിഷയങ്ങളിലെ പാഠഭാഗങ്ങളുമായി കോർത്തിണക്കി പഠനം കേവലം യാന്ത്രിക അനുഭൂതിയല്ലാതെ ആനന്ദവും അനുഭാവതീക്ഷ്ണവുമാക്കി മാറ്റുന്നത് പഠനം ആസ്വാദകരമാക്കുന്നു. തുടർന്ന് ഓരോ പ്രവർത്തന മേഖലയും ബന്ധിപ്പിച്ച് പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കി ജില്ലയിൽ ട്രെയിനിങ്ങുകൾ തുടർന്ന് സംഘടിപ്പിക്കും. ഈ ട്രെയിനിങ്ങിൽ ചാർജുള്ള അധ്യാപകനോ അധ്യാപികയോ കൃത്യമായി പങ്കെടുക്കേണ്ടതും ആ മൊഡ്യൂൾ കൃത്യമായി വിഷയ ചോർച്ച കൂടാതെ കുട്ടികൾ എത്തിക്കേണ്ടതുമാണ്. തുടർന്ന് ക്രിയേറ്റീവ് ഫെസ്റ്റുകൾ സംഘടിപ്പിച്ച് ഈ പദ്ധതി എല്ലാവരിലേക്കും എത്തിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ പാഠപുസ്തകം പഠിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് കിട്ടേണ്ട ആ പഠന വിഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനിയിപ്പോൾ നാളെ മുതൽ നിങ്ങൾ ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് വിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിച്ചാൽ ഇന്ന് ക്രിയേറ്റീവ് കോർണർ പഠിപ്പിച്ചോ ഇല്ലെന്ന് ചോദിക്കേണ്ട. കാരണം അധ്യാപകർക്ക് ആ ഒരു പോർഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതും നമ്മുടെ ക്രിയേറ്റീവ് കോർണർ പാഠപുസ്തകവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം, നമുക്ക് അവിടെ എന്ത് ചെയ്ത് കൊടുക്കാമെന്ന് കൃത്യമായി ടീച്ചർ പഠിപ്പിച്ചിരിക്കും. ഇതുപോലെ തന്നെ ഇതിന് കൃത്യമായ ഒരു മോണിറ്ററിങ്, ക്രിയേറ്റീവ് കോർണർ മോണിറ്ററിങ് ഉണ്ടാവും. സബ് ജില്ലാ BRC തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും കൃത്യമായ മോണിറ്ററിങ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ ക്രിയേറ്റീവ് കോർണറിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ക്രിയേറ്റീവ് കോർണറിന് നമുക്ക് ഇത് SSBRCയിൽ നിന്നും എല്ലാവിധ പിന്തുണകളും നൽകുമെന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കും. ഏറ്റവും ബഹുമാന്യായ ശ്രീ C. അജയ് പ്രസാദ്, അതുപോലെ വേദിയിലായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യ വിശിഷ്ട വ്യക്തികളെ, സ്കൂളിൻ്റെ HM, അധ്യാപകർ, അനധ്യാപകർ, അതുപോലെ തന്നെ PTA, MPTA പ്രസിഡന്റ്മാർ, അതിൻ്റെ ഭാരവാഹികൾ, ഏറ്റവും ബഹുമാന്യരായ രക്ഷകർത്താക്കൾ, അതുപോലൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ. നെട്ടയം സ്കൂളിൽ ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടേക്ക് എന്നെ ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികളുടെ നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. സമയം ഏറെ ദീർഘമായിരിക്കുന്നു. ഇനിയും നമുക്ക് ഏറ്റവും മഹനീയമായ കുറേ ചടങ്ങുകൾ കൂടി ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗം ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് സ്കൂളിൽ വന്ന് കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി.
പല സ്കൂളുകളിലും ഇങ്ങനെ പോകുന്ന സമയത്ത് വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഈ സ്കൂളിൽ വളരെ സന്തോഷം തോന്നിയത് ഇന്ന് പഠനമില്ലാത്ത ദിവസമാണ്. എന്നിട്ട് കൂടി ഇത്രയും കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും അതോടൊപ്പം PTA MVT ഒക്കെ അതിൻ്റെ ഭാരവാഹികളൊക്കെ വന്ന് ഈ ഒരു പരിപാടി ഏറ്റവും ധന്യമാക്കി തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ കടന്നു വന്നു. അതുപോലെ തന്നെ PTA പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ്. അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇപ്പം നമുക്ക് ഈ ക്രിയേറ്റീവ് കോർണറിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞു. അതായത് ഭിന്നശേഷി സൗഹൃദ ക്ലാസ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസം എന്നത് വെറും പാഠപുസ്തകങ്ങളുടെ മാത്രം ഒരിടമല്ല. കുഞ്ഞുങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി അതിനൊപ്പം സഞ്ചരിക്കുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും. പല കുഞ്ഞുങ്ങൾക്കും പല കഴിവുകളാണ്. അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരോടൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനായിട്ട് അധ്യാപകർ ശ്രമിക്കുന്നു. നമ്മുടെ ഭരണം കർത്താക്കൾ അതിനൊപ്പം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠനത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് പോകരുത്. വിദ്യാഭ്യാസം മാത്രം പോരാ, നമുക്ക് അറിവ് സമ്പാദിക്കണം. സമൂഹത്തിൽ നമ്മൾ നല്ലവരായിരിക്കണം. നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും അതുപോലെ നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് സമൂഹത്തിൽ നല്ലവരാകുക, ആ ഒരു ബോധത്തോടു കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികളും എല്ലാം വളരെ ധന്യമായും അനുഗ്രഹമായും തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വാർഡിന്റെ പ്രിയങ്കരിയായ മെമ്പർ. ഞാൻ അവസാനമായിട്ട് ഇവിടെ പെർഫോം ചെയ്തത് എൻ്റെ 10ാം ക്ലാസ്സിലെ ഒപ്പനയ്ക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ അവസാനമായിട്ട് കയറിയത്. അതൊരു നിങ്ങളെ പോലെ ഒരു വിദ്യാർത്ഥിയായി എന്ന ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഇതൊരു കുറേ വർഷമായി. ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് തീർത്തും ഒഫീഷ്യലി ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി. അത് നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിന് ഞാനും കൂടെ എന്താണ് സാന്നിധ്യമായി എന്നുള്ളൊരു അങ്ങനെ ഒരു സന്തോഷത്തിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് തന്നെ. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളതും. പിന്നെ അതുപോലെ തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാ സംഘടനകൾക്കും ഞാൻ എൻ്റെ നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ പുതിയ 2 കാര്യങ്ങളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും അതുപോലെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ പ്രദീപ് അവർകൾ, പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ HM ശ്രീമതി ബീന മോളേസ് അവർകൾ, ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ശ്രീമതി KK ജ്യോതി അവർകൾ, 5 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ C അജയ് പ്രസാദ് അവർകൾ, എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇവിടെ ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടും നമ്മുടെ സമ്മാനം വാങ്ങിക്കാനായിട്ട് എത്തിയിട്ടുള്ള SSLC ഫുൾ A+ വാങ്ങിച്ചിട്ടുള്ള കുട്ടികളെ, പിന്നെ LSS USS സ്കോളർഷിപ്പ് വിജയിച്ച കുട്ടികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പം നമുക്കറിയാം ഇന്ന് നമ്മുടെ ജെസ്സി പറഞ്ഞ പോലെ തന്നെ ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർത്തും പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ കഴിവുകളെ കൂടെ എന്ത് ചെയ്യണം, പുറത്തു കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. അതും നല്ല കഴിവുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ എന്തൊക്കെ കഴിവുകളുണ്ടോ, ഇപ്പം നമ്മുടെ അതിൻ്റെ ക്രിയേറ്റീവ് കോർണറിൻ്റെ കോർണർ ഇൻചാർജ് ശ്രീമതി ജിജായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പാചകത്തിനുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. ഞാനത് കണ്ടു, കുക്കറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറിനോട് വെച്ചപ്പോൾ ടീച്ചറാണ് പറഞ്ഞത്, ഇത് ഹോട്ടൽ മാനേജ്മെന്റിന് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇവിടെ നേരിട്ട് പാചകം ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ എന്താണ്, തയ്യലിന് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ തയ്യൽ മെഷീനുണ്ട്. കൃഷിക്കാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്ത് കഴിവുകളുണ്ടോ കുട്ടികളുടെ എല്ലാ കഴിവുകളും മെച്ചപ്പെട്ടതാക്കി മാറ്റാനുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറി എന്ന് പറയുന്നത്. അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ആ കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ്. അപ്പോൾ ഞാൻ പേര് കേട്ടപ്പോൾ ഞാൻ കരുതി നമ്മുടെ നോർമലായിട്ടുള്ള കുട്ടികളെയും അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പദ്ധതി ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സാറ് പറഞ്ഞു ഇത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ
ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് അങ്ങനെയുള്ളവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സമൂഹത്തിൽ മുന്നിട്ട് കൊണ്ടുവരണം. അതാണ് നമ്മുടെ നന്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നടന്ന ഈ ക്രിയേറ്റീവ് കോർണറിന്റെയും അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നിട്ടുള്ളതെല്ലാം തീർത്തും ഇനിയും നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇന്നിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ആശംസ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ പ്രദീപ് പി. ഇതിൻ്റെ സ്വാഗതം ആശംസിച്ച അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി ബീന മോളസ്, ഭിന്നശേഷി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ക്രിയേറ്റീവ് കോർണറിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെ അയൽവാസി കൂടിയായ ശ്രീ അജയ് പ്രസാദ് MLA, ഭിന്നശേഷി സൗഹൃദ റൂം ഉദ്ഘാടനം ചെയ്ത അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി, SLC +2 ഫുൾ A+ ജേതാക്കൾക്ക് പുരസ്കാര വിതരണം ശ്രീമതി സരാജോ ദേവി, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം, ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. LSS USS വിജയികൾക്ക് പുരസ്കാര വിതരണം നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആദ്യ പ്രസിഡന്റ് ശ്രീ ആതിര പ്രവീൺ, പദ്ധതി വിശദീകരണം നടത്തിയ രതീഷ് B, DPC കൊല്ലം. ഇവിടെ ആശംസ അർപ്പിച്ച ശ്രീമതി ജെസി മേരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഏരൂർ, ശ്രീമതി ഉണ്ണിമായ, ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ്, ശ്രീ അഭിലാഷ് AP MSC ചെയർമാൻ, ശ്രീമതി രേഖ സജീവ് MPT പ്രസിഡന്റ്, ശ്രീമതി ജിജ ജോയി ക്രിയേറ്റീവ് കോർണർ ഇൻചാർജ്, ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, അഞ്ചൽ ഉപജില്ലയിലെ തന്നെ നെട്ടയം സ്കൂളിന് കിട്ടിയൊരു നല്ലൊരു അംഗീകാരമാണ് ഈ ക്രിയേറ്റീവ് കോർണർ ഭിന്നശേഷി സൗഹൃദ ക്ലാസ് റൂം. അതിനുവേണ്ടി നമ്മുടെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു നല്ലൊരു പ്രയത്നം കൊണ്ടാണ് ഈ സംഭവം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുള്ള കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണമാണ്. പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള കുട്ടികൾ വേദിയുടെ സമീപത്തേക്ക് വന്ന് നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ MLA അവരുടെ സാദരം ക്ഷണിക്കുന്നു. അക്ഷര BR, അക്ഷര BR ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അക്ഷയ JS എത്തിച്ചേർന്നിട്ടില്ല. അമൃത L സന്തോഷ്, അക്ഷയ JSന്റെ പിതാവ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. അക്ഷയ JS. അമൃത L സന്തോഷ്, അമൃത L സന്തോഷ്. അനാമിക കൃഷ്ണ, അനാമിക കൃഷ്ണ. അതുല്യ കൃഷ്ണ B, അതുല്യ കൃഷ്ണ B. ദിയ സെൽവൻ, ദിയ സെൽവൻ.
കീർത്തന രവീന്ദ്രൻ. ഒന്ന് ക്ലാപ്പ് ചെയ്യാം. ലക്ഷ്മി എസ് ജെ. മേധ എം എസ്. താങ്ക് യു സർ. അടുത്തതായി പുരസ്കാരം വിതരണം ചെയ്യുന്നതിനായി ബഹുമാന്യായ MLA തന്നെ പുരസ്കാര വിതരണം തുടരുന്നു. അടുത്തത് നേകജിത്ത് എസ്. എത്തിച്ചേർന്നിട്ടില്ല. നിവേദ്യ വി. പൂജ പി എം. പൗർണമി എ. ശ്രീഗംഗ പി എസ്. ബൃന്ദ വി. അലൻ മനോജ്. അനിരുദ്ധ് എസ്. ആരോമൽ ബി എസ്. കാശിനാഥ് എ. സായോജ് എസ്. സൂരജ് സുനിൽ. നേകജത്തിന് വേണ്ടി നേകജത്തിന്റെ സഹോദരൻ പുരസ്കാരം ഏറ്റുവാങ്ങി. നേകജത്ത്. അടുത്തതായി LSS USS വിജയികൾക്കുള്ള പുരസ്കാര വിതരണമാണ്. ആദ്യമായി USS വിജയികൾക്ക് പുരസ്കാരം വിതരണം ചെയ്യുന്നു. SK പുരസ്കാരം നൽകുന്നു.
നൽകുന്നതിനായി ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജ്യോതി മണ്ണത്തെ ക്ഷണിക്കുന്നു. അഭിനന്ദ് കൃഷ്ണ USS വിജേതാവാണ്. അഭിനന്ദ് കൃഷ്ണ പുരസ്കാരം നൽകുന്നത് ബഹുമാന്യായ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീൺ. LSS വിജേതാവ് ആഷ്ലി രാജ്. ബഹുമാന്യായ ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുരസ്കാരം നൽകും. താങ്ക് യു സർ. താങ്ക് യു മാഡം. രേഖപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയ ഹെഡ് മിസ്റ്ററായ ബീനാമോള അവരുകളാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നമ്മെ നയിക്കുന്ന ടീച്ചറിന് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയ PTA പ്രസിഡന്റ് ശ്രീ പ്രതിഭ അവരുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ദിവസവും സ്കൂളിൽ വന്ന് കാര്യങ്ങൾ നല്ലതുപോലെ നോക്കി നടത്തി കാര്യങ്ങൾ ചെയ്യുന്ന ശ്രീ പ്രതിഭ അവർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി നന്ദി രേഖപ്പെടുത്തുന്നത് ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്തതുമായ ബഹുമാനിയായ വണ്ടൂർ MLA ശ്രീ അജയ് പ്രസാദ് അവർക്കാണ്. തിരക്കുനിടയിൽ നമ്മുടെ സ്കൂളിലെത്തി ഉദ്ഘാടനം ചെയ്ത സാറിന് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി അവരുകളാണ്. നമ്മുടെ സ്കൂളിനെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറി ഉദ്ഘാടനം ചെയ്ത മാഡത്തിനും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പുരസ്കാരങ്ങൾ നൽകി ഈ ചടങ്ങ് പ്രൗഢഗംഭീരമാക്കിയ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആതിര പ്രവീൺ അവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പദ്ധതി ക്രിയേറ്റീവ് കോർണർ പദ്ധതി വിശദീകരിച്ച ശ്രീ രുജുബ അവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഏരൂർ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ജെസ്സി മേരി, ശ്രീമതി ഉണ്ണിമായ, ശ്രീ MP രാകേഷ് എന്നിവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ PTA, MPTA, SFC അംഗങ്ങൾക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വിവിധ SSC പരീക്ഷയ്ക്ക് ഫുൾ A+ നേടിയ കുട്ടികൾക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാധ്യമ പ്രവർത്തകർക്കും ശബ്ദ സംവിധാനം ഏർപ്പെടുത്തിയ പ്രവർത്തകർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി നന്ദി രേഖപ്പെടുത്തുന്നത് എൻ്റെ പ്രിയ സഹപ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും പ്രിയ കുട്ടികൾക്കുമാണ്. അവർക്ക് എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയ ഗാനമാണ്. ദേശീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി കുട്ടികളെ ക്ഷണിക്കുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जाहे तव शुभाशिष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.
वीडियोस बनाने हैं, फिल्मोरा है ना।